നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെടപ്പും കൊണ്ടിറങ്ങിയ അർജുൻ ആയങ്കിയെ ചുരുട്ടിക്കൂട്ടി അകത്തിട്ട കേരള പോലീസിന്റെ പണി അവസാനിച്ചിട്ടില്ല. ഇത് തുടക്കമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ പ്രഖ്യാപിച്ചത് വെറുതെയല്ല. കണ്ണൂർ CPM ഗുണ്ടാ സംഘങ്ങളിലേക്കും വിജയൻ സാറും സംഘവും ഇരച്ചിറങ്ങുന്നു. ചാമ്പിക്കോ എന്ന് ഉത്തരവിട്ട് കട്ടയ്ക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിനെ അവരുടെ പണിയെടുക്കാൻ അനുവദിക്കുന്ന മന്ത്രി വന്നതോടെ സേനയ്ക്ക് ആവേശം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്ത് പോലീസിനെ ചെറയാൻ ചെന്ന ഈർക്കിലി നേതാക്കൾ ഉൾപ്പെടെ CPMന്റെ ഗുണ്ടാ ടീംസ് ഇനി ഇടിമേടിക്കും. കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളമുള്ള ഗുണ്ടാ സംഘങ്ങളെ തൂക്കുമെന്നാണ് വിജയൻ സാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ പോലെ ഓപ്പറേഷൻ ഗ്രിപ്പിന് വൻ കയ്യടിയാണ് കിട്ടുന്നത്. ADGP P. വിജയൻ തലപ്പത്തുള്ളത് കൊണ്ട് ഗുണ്ടകൾക്ക് കിട്ടാൻ പോകുന്ന പണിക്ക് ഒരു മയവും ഉണ്ടാകില്ല. അർജുൻ ആയങ്കിയുടെ സുഹൃത്തുക്കളെല്ലാം നിരീക്ഷണത്തിലാണ്. ആയങ്കിയുമായി ഫോണിലൂടെയും അല്ലാതെയും സൗഹൃദം പുലർത്തിയിരുന്ന 30 പേരെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കമന്റ് ഇട്ടവരും ലൈക്ക് അടിച്ചവരും വരെ നിരീക്ഷണത്തിലാണ്. വാട്സാപ്പ് സന്ദേശം, വാട്സാപ്പ് കോളുകൾ, ഫേസ്ബുക്കിലെ ലൈക്കും കമന്റും എന്നിവയെല്ലാം നിരീക്ഷണത്തിലാണ്. കൊള്ളാമണ്ണ, ധൈര്യമായി മുന്നോട്ട് പോകൂ തുടങ്ങിയ പോസ്റ്റുകളും ഒക്കെ ആയങ്കിയെ പിന്തുണച്ചുണ്ടായിരുന്നല്ലോ. ഇവർക്കെല്ലാവർക്കും പണി വരുന്നുണ്ടെന്ന്. കണ്ണൂരിൽ CPMന്റെ വെടി തീർന്നിട്ടുണ്ട്. ആയങ്കിയുമായി ബന്ധമുള്ള ഒരുപാടെണ്ണം പാർട്ടിയിലുണ്ട്. ആയങ്കിക്ക് വേണ്ടി കുരച്ച ഗുണ്ടാ സംഘങ്ങൾക്കും പിടിവീഴും. ആകാശ് തില്ലങ്കേരിയും മാസ് ഡയലോഗൊക്കെ അടിച്ച് രംഗത്ത് വന്നിരുന്നല്ലോ. അവനും പണി വരുന്നുണ്ട്. വാക്കിന് തോക്കാണ് മറുപടിയെങ്കിൽ നിങ്ങളുടെ തോക്കുകൾ മതിയാകാതെ വരും എന്നൊക്കെയായിരുന്നു ആകാശ് തില്ലങ്കേരി അടിച്ചുവിട്ടത്. തില്ലങ്കേരി ഉൾപ്പെടെ കണ്ണൂരിലെ സകലമാന ഗുണ്ടകളും പോലീസ് റഡാറിലാണ്. ഇതൊരു തുടക്കമാണ്. സംസ്ഥാനത്തുടനീളം ഗുണ്ടാ പ്രവർത്തനങ്ങൾ രൂക്ഷമായി മാറിയ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിരുന്നു. ഗുണ്ടകൾക്ക് അവരുടെ സ്വൈര്യ വിഹാരമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പട്ടാപ്പകൽ വരെയാണ് വെട്ടും കുത്തും കേരളത്തിൽ നടന്നത്. പണ്ട് നമ്മളൊക്കെ ഇത് UPയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അത് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ ഇതിനെതിരെ എന്ത് നീക്കം നടത്തി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. കാരണം ആ സമയത്തൊക്കെ ഗുണ്ടകൾക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ അങ്ങ് വിലസി നടക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കാൻ, ശക്തമായ നടപടിയെടുക്കാൻ പിണറായി വിജയന്റെ കാലത്ത് കഴിഞ്ഞില്ല? ഇരട്ട ചങ്കൻ എന്നൊക്കെ ആയിരുന്നല്ലോ അന്ന് PR വർക്ക്. എന്നാൽ ഗുണ്ടകളായിരുന്നു ഇവിടെ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പോലീസ് പഴയ പോലീസ് തന്നെയാണ്. കാരണം പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള പോലീസുകാർ തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം വന്നത് ആർജവമുള്ള ഒരാൾ മന്ത്രി കസേരയിൽ കയറി എന്നുള്ളതാണ്. വലിയൊരു അഴിച്ചുപണി പോലീസ് സേനയിൽ നടന്നിട്ടുണ്ട്. ADGP P. വിജയൻ ഉൾപ്പെടെ ശക്തരായ ഒരു കൂട്ടം പോലീസുകാരെ തിരികെ എത്തിച്ച്, അതായത് പിണറായി കാലത്ത് വേട്ടയാടപ്പെട്ട ഒരുപാട് പോലീസുകാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ, ഷൗക്കത്ത് അലി ഉൾപ്പെടെ, P. വിജയൻ തുടങ്ങി ഒരുപാട് പേർ, നട്ടലുള്ള ഉദ്യോഗസ്ഥർ രംഗത്തേക്ക് വന്നു എന്നുള്ളതാണ്. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർ എന്തെങ്കിലും ഒരു ചെറിയ വേലത്തരം കാണിച്ചാൽ പോലും പോലീസുകാർക്കും പണി കിട്ടും. ആഭ്യന്തരമന്ത്രി കൃത്യം പറഞ്ഞിട്ടുണ്ട്, പോലീസിന്റെ പണി എടുത്തേ മതിയാകൂ എന്ന്. കാരണം സേനയ്ക്കുള്ളിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ശിങ്കിടികളൊക്കെ ഉണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയക്കാരുടെയും ശിങ്കിടികളുണ്ട്. എന്നാൽ ആ ശിങ്കിടികൾ യൂണിഫോം ഇട്ടുകൊണ്ട് അവർക്ക് ചരയ്ക്കാൻ നിൽക്കണ്ട എന്ന് കട്ടയ്ക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർ ഇപ്പോൾ അവരുടെ പണിയെടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഗുണ്ടകൾ 4 വഴിക്ക് ഓടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ധിക്കാരപരമായ നടപടികൾ കേരളത്തിൽ നടക്കില്ല. അത്തരക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യത്തിൽ പോലീസിന് ഒരു സംശയവുമില്ല. കണ്ണൂരിലെ ക്രിമിനൽ സംഘങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള P. വിജയൻ IPS ഈ നിലപാട് വ്യക്തമാക്കുമ്പോൾ അത് വെറും ഒരു ഔദ്യോഗിക പ്രതികരണം മാത്രമായിരുന്നില്ല, മറിച്ച് സമാധാനകാംക്ഷികളായ മലയാളി സമൂഹത്തിനുള്ള ഉറപ്പുകൂടിയായിരുന്നു. സാങ്കേതിക വിദ്യയുടെ മറവിൽ ഒളിച്ചിരുന്ന് ക്രമസമാധാനത്തെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കി എന്ന റീൽസ് ഗുണ്ടയെ പൂട്ടിയതോടെ കേരളത്തിന്റെ ക്രമസമാധാനം തന്റെ കയ്യിൽ പൂർണ്ണ ഭദ്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ. എന്നാൽ അതുകൊണ്ടും തീരുന്നില്ല. സംസ്ഥാനത്ത് എവിടെയൊക്കെ ഗുണ്ടാ പ്രവർത്തനവുമായി ആരൊക്കെ തലപൊക്കുന്നുണ്ടോ അവന്മാരെയൊക്കെ പൂട്ടും എന്ന് തന്നെയാണ് P. വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അർജുൻ ആയങ്കിയിൽ ഒതുങ്ങാതെ ആയങ്കിയെ താങ്ങി വന്നവന്മാർക്കൊക്കെ പിന്നാലെ പോലീസ് ഇപ്പോൾ ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയങ്കിയെ അന്ന് പിന്തുണച്ച, അതായത് ആയങ്കി ഒളിവിലിരുന്നപ്പോൾ വലിയ മാസ് ഡയലോഗൊക്കെ അടിച്ചായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ ആയങ്കിയെ പൊക്കി അടിച്ച ആ കൊള്ളാമണ്ണ, ഹീറോ എണ്ണ എന്നൊക്കെ കമന്റ് ഇട്ടവന്മാർ ഇപ്പോൾ ആയങ്കി അകത്തായപ്പോൾ ഒരു അക്ഷരം പ്രതികരിക്കുന്നില്ലല്ലോ. അതിന്റെ കാരണം എന്താണ്? പോലീസ് നല്ല ഒന്നാന്തരം പണി തുടങ്ങിയിട്ടുണ്ട്. പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് ആയങ്കി ഫാൻസുകാർ ഇപ്പോൾ കെട്ടടങ്ങിയിരിക്കുന്നത്. ഇവന്മാരുടെ ഒന്നും ഒരു പ്രതികരണവും പോലും ഇപ്പോൾ എവിടെയും കാണുന്നില്ലല്ലോ. ഇതാണ് പറയുന്നത്. ആയങ്കിയും തില്ലങ്കേരിയും ഒക്കെ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പുറത്ത് വിലസി നടക്കുമ്പോൾ വലിയ ഫാൻസ് ബേസ് ഒക്കെ ഉണ്ടാകും. നിങ്ങളെ പൊക്കിയടിക്കുകയും BGM ഇട്ട് വീഡിയോകൾ ഇറക്കുകയും ചെയ്യുന്ന ടീംസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ നീയൊക്കെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ഒന്നും പൊടി പോലും ഉണ്ടാകില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആയങ്കിയുടെ ഗുണ്ടാ സംഘങ്ങൾ ഇപ്പോൾ നല്ല പെടപ്പിലാണ്. അവർക്ക് പേടി തുടങ്ങിയിട്ടുണ്ട്. പോലീസ് തങ്ങളെ തൂക്കുമോ എന്നുള്ള പേടി. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവരെ ഒന്നും കാണാനേ ഇപ്പോൾ കിട്ടുന്നില്ല. IPS P വിജയനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘവും കൃത്യമായ തന്ത്രങ്ങൾ മെനഞ്ഞപ്പോൾ അതിനു മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു ആയങ്കിക്ക്. ഒളിവിലിരുന്നു കൊണ്ട് വ്യാജ വീരവാദം മുഴക്കുന്നവർക്ക് അതിനേക്കാൾ സ്മാർട്ടായ പോലീസാണ് മുന്നിലുള്ളത് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിനെ പേടിച്ചാണ് ആയങ്കിക്ക് നാട് വിട്ട് കറങ്ങേണ്ടി വന്നതെന്നും ഇത്തരം ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ കേരള പോലീസ് സർവ്വസജ്ജമാണെന്നും വിജയൻ പ്രഖ്യാപിക്കുന്നു. സംസ്ഥാനത്തെ ഏത് ഗുണ്ടയ്ക്കായാലും ക്രമസമാധാന നില തകർക്കാൻ തുനിഞ്ഞാൽ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന ക്രിമിനലുകളുടെ കൃത്യമായ ലിസ്റ്റ് തയ്യാറാക്കി സ്പെഷ്യൽ ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് P വിജയൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള നടപടികൾക്കപ്പുറം ഗുണ്ടാ സംസ്കാരം തന്നെ തുടച്ചു നീക്കുകയാണ് പോലീസിന്റെ അന്തിമ ലക്ഷ്യം. സംസ്ഥാന വ്യാപകമായി നടത്തിയ വൻ തെരച്ചിലിൽ ഒരൊറ്റ രാത്രി കൊണ്ട് 55-ലേറെ പേരാണ് കസ്റ്റഡിയിലായത്. ആയങ്കിയുടെ കൂട്ടാളികളും പ്രദേശത്തെ പ്രമുഖ കുറ്റവാളികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. ഗുണ്ടാ ബന്ധമുള്ളവരുടെ പട്ടിക വെച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡുകൾ തുടരുമെന്ന് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വാളുകൊണ്ട് കേക്ക് മുറിച്ച് ബർത്ത്ഡേ പാർട്ടി നടത്തുന്നവരുടെയും സോഷ്യൽ മീഡിയയിൽ ആയുധങ്ങളുമായി ഷോ കാണിക്കുന്നവരുടെയും കാലം കഴിഞ്ഞു. ഇത്തരക്കാരുടെ പ്രധാന വരുമാന സ്രോതസ്സായ സ്പോൺസർമാരെയും കൂട്ടുനിൽക്കുന്നവരെയും കേസിൽ പ്രതിയാക്കും. രാഷ്ട്രീയ സംരക്ഷണം ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ എന്നതടക്കം സമഗ്രമായി പരിശോധിക്കും എന്ന വിജയൻ സാറിന്റെ മുന്നറിയിപ്പ് ഒരു താക്കീതാണ്. ഗുണ്ടകൾ അകത്താകുമ്പോൾ രാഷ്ട്രീയക്കാർ വക്കാലത്തും കൊണ്ട് വന്നേക്കരുത് എന്ന താക്കീത്. സോഷ്യൽ മീഡിയയിലൂടെ ജനശ്രദ്ധ നേടാനും യുവാക്കളെ തെറ്റായ വഴിയിലേക്ക് നയിക്കാനും ശ്രമിക്കുന്ന റീൽസ് ഹീറോകൾക്ക് ഇനി തല പൊക്കാൻ കഴിയില്ല. അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് കൊണ്ട് എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഗുണ്ടാ സംഘങ്ങൾ വിരണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സംസ്ഥാന ഇന്റലിജൻസ് മേധാവിയായി സേവനമനുഷ്ഠിച്ച അനുഭവ സമ്പത്താണ് ക്രമസമാധാന ചുമതല ഏറ്റെടുത്തപ്പോൾ P വിജയന് തുണയായത്. അടിയൊഴുക്കുകളും കുറ്റവാളികളുടെ മാറിയ പ്രവർത്തന രീതികളും സൂക്ഷ്മമായി മനസ്സിലാക്കാനും കൃത്യമായ സമയത്ത് സർജിക്കൽ രീതിയിൽ ഓപ്പറേഷൻ നടപ്പിലാക്കാനും അദ്ദേഹത്തിലെ ഇന്റലിജൻസ് വിദഗ്ധന് കഴിഞ്ഞു. സൈബർ മേഖലയിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങളെ നിരീക്ഷിച്ച് പൂട്ടാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തും വിജയന്റെ മികച്ച ട്രാക്ക് റെക്കോർഡിന്റെ തെളിവാണ്. ഒരായങ്കിയും നിയമത്തെ വെല്ലുവിളിച്ച് നടക്കരുത് എന്ന ആഭ്യന്തര വകുപ്പിന്റെ കർശന നിർദ്ദേശം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കുമ്പോൾ പോലീസിന് ആത്മവിശ്വാസമേകുന്നത് P വിജയൻ എന്ന ഉദ്യോഗസ്ഥന്റെ വ്യക്തിപ്രഭാവം തന്നെയാണ്. പ്രതിസന്ധികളിലും സമ്മർദ്ദങ്ങളിലും തളരാതെ മുന്നോട്ടു പോകാനുള്ള അദ്ദേഹത്തിന്റെ കരുത്ത് കുട്ടിക്കാലം മുതൽ തന്നെ നീണ്ട കഠിനാധ്വാനത്തിലൂടെയും അതിജീവനത്തിലൂടെയും കൈവന്നതാണ്. തീച്ചൂളയിൽ കുരുത്തവന് വെയിലത്ത് വാടില്ല എന്ന പഴഞ്ചൊല്ല് ശരിക്കും അന്വർത്ഥമാക്കുന്ന ഒരു ജീവിതമാണ് P വിജയന്റേത്. വിവിധ ജില്ലകളിൽ പോലീസ് മേധാവിയായും IG-ആയും സേവനമനുഷ്ഠിച്ച കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ അന്വേഷണ മികവ് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് തലവനായും ശബരിമല ചീഫ് കോർഡിനേറ്ററായും മികച്ച സേവനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഏൽപ്പിച്ച ചുമതലകൾ എന്തായാലും അതിൽ 100% നീതി പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ട്രാക്ക് റെക്കോർഡ് അതാണ് അദ്ദേഹത്തിനുള്ളത്. ഡിജിറ്റൽ യുഗത്തിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം മാറിയപ്പോൾ അതിനനുസരിച്ച് പോലീസിനെയും സജ്ജമാക്കാൻ P വിജയന് സാധിച്ചു. സൈബർ ക്രൈമുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ടെക്നോളജി അധിഷ്ഠിതമായ അന്വേഷണ രീതികൾക്ക് അദ്ദേഹം ഊന്നൽ നൽകി.
ഇതാണ് ആയങ്കിയെ പോലെയുള്ള കുറ്റവാളികൾ സൈബർ ലോകത്ത് ഒളിച്ചിരിക്കാൻ ശ്രമിച്ചപ്പോഴും മിനിറ്റുകൾക്കകം അവരെ വലയിലാക്കാൻ പോലീസിന് കരുത്തായത്. ഗുണ്ടകൾക്ക് സാമ്പത്തികവും രാഷ്ട്രീയവുമായ സംരക്ഷണം നൽകുന്ന തണൽ മരങ്ങൾ വെട്ടിമാറ്റും എന്ന വിജയന്റെ കടുത്ത നിലപാട് ക്രിമിനൽ സംഘങ്ങളുടെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. തെറ്റായ വഴിയിലൂടെ പണം സമ്പാദിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ സംസ്കാരത്തിന് തടയിടാൻ പോലീസിന്റെ ഈ കർശന നിലപാട് സഹായിക്കും. നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ സന്ദേശമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP നൽകിയിരിക്കുന്നത്. എത്ര വലിയ ഉന്നതനായാലും കുറ്റവാളി തന്നെയാണെന്ന സന്ദേശം നൽകുന്നതിലൂടെ കേരള പോലീസിന്റെ മനോവീര്യം വാനോളം ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. വെല്ലുവിളികൾ എത്ര വലുതായാലും കുറ്റവാളികൾ എത്ര തന്ത്രശാലികളായാലും P. വിജയൻ എന്ന ഉദ്യോഗസ്ഥന്റെ തന്ത്രങ്ങൾക്കും നീതിബോധത്തിനും മുന്നിൽ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി ക്രമസമാധാനം കൈകളിൽ ഭദ്രമാണെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മികച്ച ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനെയാണ് പിണറായി കാലത്ത് ഏതൊക്കെ രീതിയിൽ വേട്ടയാടാമോ ആ രീതിയിലൊക്കെ വേട്ടയാടിയത്. ADGP ആയിരുന്ന MR അജിത് കുമാർ തൻ്റെ വഴികളിൽ ഒരു തടസ്സമായി കണ്ടിരുന്നത് P. വിജയനെയാണ്. കുറുക്ക് വഴികളിലൂടെ P. വിജയനെ ചവിട്ടിയിടാനുള്ള എല്ലാ നീക്കവും ഈ MR അജിത് കുമാർ നടത്തിയിരുന്നു. എല്ലാ കാലത്തും പിണറായി വിജയൻ ആയിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നൊക്കെയാണ് ഈ പറയുന്ന MR അജിത് കുമാർ കരുതിയിരുന്നത്. എന്നാൽ ഭരണം മാറിയപ്പോൾ P. വിജയനെ പോലെ, ഷൗക്കത്ത് അലിയെ പോലെ കരുത്തരായ ഉദ്യോഗസ്ഥർ നല്ല ശക്തരായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്, പോലീസിന്റെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവരുടെ ശിക്ഷണത്തിൽ പോലീസ് സേനയിൽ വലിയ അഴിച്ചുപണികൾ, വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും അർജുൻ ആയങ്കി അടപടലമാണ് വീണിരിക്കുന്നത്. തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ആഭ്യന്തരമന്ത്രിക്കെതിരെ FB പോസ്റ്റ് ഇട്ട മൊബൈൽ ഫോൺ കണ്ടെടുക്കാനാണ് കണ്ണൂർ സൈബർ പോലീസ് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. ആഭ്യന്തരമന്ത്രിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ 5 ദിവസത്തേക്കാണ് കണ്ണൂർ സൈബർ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടത്. കുറ്റകൃത്യത്തിനായി ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുക്കാനും അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ ദേഹപരിശോധനാ സമയത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തതാണെന്നും വ്യാജ തെളിവുണ്ടാക്കാനാണ് ശ്രമമെന്നും പ്രതിഭാഗം വാദിച്ചു. അതിനാൽ കസ്റ്റഡി അനുവദിക്കരുത് എന്നായിരുന്നു ആവശ്യം. എന്നാൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തിട്ടില്ല എന്നും മറ്റൊരു മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. തുടർന്നാണ് തലശ്ശേരി CJM കോടതി 3 ദിവസത്തേക്ക് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം എല്ലാം ചെയ്തത് താനാണ് എന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പ്രതികരണം. അർജുൻ ആയങ്കി തന്റെ കൂട്ടാളികളെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്. അർജുന് സഹായവുമായിട്ട് ഒരുപാട് പേർ ഒപ്പം ഉണ്ടായിരുന്നു. അവരിലേക്കൊക്കെ അന്വേഷണം എത്തണം, അവരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇവിടെ നമ്മൾ കയ്യടി കൊടുക്കേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല കൃത്യമായ രീതിയിൽ ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പ് ഏറ്റവും മികച്ച രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ, അതായത് UDF ഭരണത്തിൽ ഏറ്റവും മികച്ച വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് ആഭ്യന്തര വകുപ്പാണ്. അദ്ദേഹം ആ വകുപ്പിൽ മറ്റാരും കൈകടത്താൻ അനുവദിക്കില്ല. എന്തിനേറെ മുഖ്യമന്ത്രിക്ക് പോലും അവിടെ തലയിടാനുള്ള ഒരു പഴുത് രമേശ് ചെന്നിത്തല കൊടുക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. പിണറായി വിജയന്റെ കാലത്ത് ഇവിടെ ഭരണം നടത്തിയിരുന്നത് ഒരു കൂട്ടം ശിങ്കിടികളായിരുന്നല്ലോ. അവരുടെ കയ്യിലായിരുന്നു ഭരണത്തിന്റെ താക്കോല്. P. ശശിയും MR അജിത് കുമാറും ഒക്കെ ആയിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. ആഭ്യന്തര വകുപ്പിൽ എന്ത് നടപ്പാക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇക്കൂട്ടരൊക്കെ ആയിരുന്നല്ലോ. എന്നാൽ എൻ്റെ വകുപ്പ് ഞാൻ തന്നെ ഭരിച്ചോളാം എന്നുള്ള കണിശം നിലപാടാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. IPS തലപ്പത്തെ മാറ്റങ്ങൾ മുതൽ താഴെത്തട്ടിലെ സ്റ്റേഷൻ ഭരണം വരെ ചെന്നിത്തലയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ്. താൻ ഭരിക്കുന്ന വകുപ്പിൽ രാഷ്ട്രീയ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന സന്ദേശം സ്വന്തം മുന്നണിയിലെ നേതാക്കൾക്കും എതിരാളികൾക്കും ഒരുപോലെ നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പിന് മേലുള്ള രമേശ് ചെന്നിത്തലയുടെ ആധിപത്യം വർദ്ധിപ്പിച്ചു. കഴിവുറ്റ ഭരണാധികാരി എന്ന നിലയിലേക്ക് സ്വന്തം ഗ്രാഫ് മാറ്റി എഴുതാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു. മുഖ്യമന്ത്രി കസേര കൈവിട്ടുപോയെങ്കിലും മന്ത്രിസഭയിലെ തന്ത്രപ്രധാനമായ പവർ ഹൗസ് താൻ തന്നെയാണ് എന്ന് ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് രമേശ് ചെന്നിത്തല തെളിയിച്ചത്. മുൻപ് ആഭ്യന്തരമന്ത്രിയായിരുന്നതിൻ്റെ പ്രവർത്തന മികവും അദ്ദേഹത്തിന് കൈമുതലാണ്.
മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ ഭരണം തുടങ്ങി 3-3.5 മാസമാകുന്നു. ഇതിനോടകം മുഖ്യമന്ത്രി VD സതീശൻ എന്തെല്ലാം വിവാദങ്ങളിൽ ചെന്നാണ് ചാടിയിരിക്കുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ ഒരു പിഴവ് എവിടെയും സംഭവിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാറുണ്ട്. മാധ്യമങ്ങളുടെ അനാവശ്യ ചോദ്യങ്ങൾക്ക് അദ്ദേഹം കയർത്തൊന്നും സംസാരിക്കാൻ നിൽക്കില്ല. പക്ഷേ അവരെ നിർത്തേണ്ടടുത്ത് നിർത്താൻ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അളന്നു കുറിച്ചുള്ള മറുപടി, ഒരു അനാവശ്യ വാക്കോ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരില്ല. അതുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാൻ കാത്തു നിൽക്കുന്നവർക്ക് ഒന്നും വീണ് കിട്ടുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി പറയേണ്ടത്. ഒരു മന്ത്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് രമേശ് ചെന്നിത്തല കാണിച്ചു തരികയാണ്, പ്രവർത്തിച്ചു കാണിച്ചു തരികയാണ്. അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്ന ഒരു രീതി, നിയമസഭയിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ പറയുന്ന ഒരു ശൈലി, ഇതെല്ലാം ഈ മന്ത്രിസഭയിലെ മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. ഒരു മികച്ച മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വരും കാലത്ത് കേരളത്തിന്റെ മികച്ച ആഭ്യന്തര മന്ത്രി ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് വരും കാലത്ത് അത് രമേശ് ചെന്നിത്തലയായിരുന്നു എന്ന് പറയാൻ കഴിയട്ടെ. അത്ര മികച്ച രീതിയിലാണ് അദ്ദേഹം ആ വകുപ്പ് കൊണ്ടുപോകുന്നത്. കേരള പോലീസിന് വീണ്ടും വീറും വാശിയും ഒക്കെ കൈവന്നിരിക്കുകയാണ്. ഒപ്പം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് ക്രമസമാധാന പാലന രംഗത്ത് പുതിയൊരു ഹീറോ ഇമേജും കിട്ടിയിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ, ഓപ്പറേഷൻ ഗ്രിപ്പ് തുടങ്ങിയ വൻ പദ്ധതികളിലൂടെ കുറ്റവാളികളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലാണ് സംസ്ഥാന പോലീസിനെ പുനഃസംഘടിപ്പിക്കാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നത്. അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഇതെടുത്തെടുത്ത് ആവർത്തിച്ചു പറയുന്നത് ഭരണം തുടങ്ങി 3-3.5 മാസമായിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഗ്രാഫ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വലിയൊരു കയ്യടി രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കണം. ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് പറയാനുള്ളത്. കാരണം സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.